പള്ളിക്കൂടം കാലം തൊട്ട് കാത്തിരുന്നു നിന്നെ ഞാൻ, എന്റെ ഉള്ളിൽ ആശകൾക്ക് തേൻ പകരാനായി. മുത്തുമാല കോർത്ത് വെച്ച് അന്ന് ഞാൻ വന്ന നേരം നീ എന്റെ എന്നോടൊന്നും മിണ്ടാത്ത പെണ്ണേ. ലൈല ലൈല എന്റെ ലൈല ലൈല, കുഞ്ഞും ലൈലേ ലൈലേ നീ എന്റേതല്ലേ. കൈസേ കൈസേ എന്റെ കൈസേ കൈസേ, എന്നും കൈസേ കൈസേ ഞാൻ നിന്റേതല്ലേ. കുഞ്ചല കുഞ്ചല പെണ്ണെ നീ തുള്ളിക്കാളിക്കല്ലേ പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ. എടി ലൈലേ ലൈലേ നീ എന്റെ സുൽത്താനല്ലേ, ഞാൻ നിന്റെ മുന്താസല്ലേ, അന്നുമെന്നും നിന്നോടുള്ള മുഹബത്തല്ലേ. ഇന്നു ഞാൻ കൊണ്ടുപോകും എന്ന് പൊന്നു പൈങ്കിളിയെ, മുഞ്ചുള്ള കൂട്ടിൽ നമുക്കൊന്നിച്ചുറങ്ങാം. ലൈല ലൈല എന്റെ ലൈല ലൈല, പൊന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ. കൈസേ കൈസേ എന്റെ കൈസേ കൈസേ, എന്നും കൈസേ കൈസേ ഞാൻ നിന്റേതല്ലേ. കൊഞ്ചല കൊഞ്ചല പെണ്ണെ നീ തുള്ളിക്കാളിക്കല്ലേ പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ. എടി ലൈലേ ലൈലേ നിൻ ചാരത്ത് വന്നു ഞാൻ നിൽക്കും, നിന്റെ മാറത്ത് താലി ഞാൻ ചാർത്തും, ആ കവിളത്ത് മുത്തം ഞാൻ നൽകും. എടി ലൈലേ ലൈലേ നിന്നെ കണ്ട നാള് തൊട്ട് എൻ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിനാവുദിച്ചു, അത് സ്നേഹമായില്ലേ. ലൈല ലൈല എന്റെ ലൈല ലൈല, എന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ. കൈസേ കൈസേ എന്റെ കൈസേ കൈസേ, എന്നും കൈസേ കൈസേ ഞാൻ നിന്റേതല്ലേ. കുഞ്ചല കുഞ്ചല പെണ്ണെ തുള്ളിക്കളിക്കല്ലേ പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ. എടി ലൈലേ ലൈലേ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. വലിയപ്പ വേറെ ലെവൽ തന്നെയല്ലേ. ഇനി ഞങ്ങളെ ഒരു വെറൈറ്റി ഐറ്റം ഷേദന്റെ മിന്നും പ്രകടനം. ഷേദ ഇനി ഷേദന്റെ ഡാൻസ് ആണ്, അതും ഇതേപോലെ രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കൈയടിച്ചാണ്. ഓക്കെ, സപ്പോർട്ടൊക്കെ. ആള് നല്ല പെർഫോമൻസ് ആണ്. ഞങ്ങളും ആ ഡാൻസ് കണ്ടിട്ടില്ല, നമുക്ക് കണ്ടുനോക്കാം. എല്ലാവരും ഒന്ന് മിന്നിച്ചേക്കണം. പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിൽ പോയിട്ട് പാട്ട് പാടിയിട്ടില്ല, ജസ്റ്റ് ട്രൈ ചെയ്തിരുന്നു. പിന്നെ ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഒന്ന് ഫുള്ളായിട്ട് പാടാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നത്. താങ്ക് യു. നമ്മുടെ സ്കൂളിന് പ്രത്യേക താങ്ക് യു. കാരണം നിങ്ങളെ സാർ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, ഞങ്ങളെ ക്ഷണിച്ച്, ഞങ്ങളോട് ഇതിനു മുമ്പ് ഒരുപാട് സംസാരിച്ചു. പിന്നെ സ്കൂളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം 125 വർഷം ശരിക്കും ഇപ്പം അടുത്ത് വിളിച്ചപ്പോൾ നമ്മളെ നാട്ടിൽ ഇത്ര പഴക്കമുള്ളൊരു സ്കൂളുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇന്നലെ ഞങ്ങളൊരു വലിയ ഗെറ്റ് ടുഗദർ നടത്തി. ഏകദേശം 90 വയസ്സായ ആളുകൾ വരെ പങ്കെടുത്തു. ഇത് നമ്മളെ പഞ്ചായത്തിന് തന്നെ അഭിമാനമാണ്. കാരണം ഇങ്ങനെ ഇത്ര ഒരു വലിയൊരു ഗെറ്റ് ടുഗദർ ഒന്നും നടത്തിയ സ്കൂളുകളില്ല. അത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് കാരണം നമ്മളെ മുന്നിൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്. സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാമിന് മുന്നിൽ ചെറിയ ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഇടത്തരായി ഉണ്ട്, എല്ലാം ഉണ്ട്, മൊത്തത്തിലുണ്ട്. എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. ഇനി ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങളെ ഗ്രൂപ്പിന്റെ കൂടെ ഡാൻസ് ചെയ്യണത് ഇങ്ങനെ പ്രോഗ്രാമിന്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ ഒരുപാട് പേര് നമ്മോട് പറഞ്ഞേ പാത്തുവിന്റെ ഷുക്കൂറിന്റെ ഡയലോഗ് കുറെ വേണം. ഒന്നാമത് എടാ ഞാൻ ഫുള്ള് പറഞ്ഞോട്ടെ. സംഭവം എന്താ അറിയോ, പാത്തുവിന്റെ സൗണ്ട് വെക്കണേ. എന്തുകൊണ്ടാണ് വെക്കണ്ടേ? ഇന്നെങ്ങനെ ചീത്തറില്ലേ, അപ്പോൾ പോവാതൊക്കോ സൗണ്ട് പോണ്ടേ, നമുക്കൊരു ആശ്വാസം കിട്ടൂലേ. ആണുങ്ങൾക്കുള്ള സന്തോഷം അതാണ്. കാരണം ഈ പെണ്ണ് കെട്ടിക്കാണ്ട് ഈ പെണ്ണുങ്ങളെ കണ്ടോളാണ് ആണുങ്ങളൊക്കെ. എത്ര പുറത്തൊക്കെ വലിയ VIP കയറാവും സത്യമായിട്ട്. ഈ പെണ്ണുങ്ങളുടെ ഒരു വരച്ച വര വരക്കാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ പോകാൻ നല്ല പൂതിയ കയറാം, പക്ഷെ പോകാൻ കഴിയൂല. പോയാൽ രാത്രി ഉണ്ടാവും കിരി 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 കയറുണ്ട്. ഇതിന് നമ്മൾ ഇങ്ങോട്ട് വണ്ടാറെടുക്കരുത്. എന്തൊക്കെ അതിന് പെണ്ണുങ്ങളെ മാത്രം കുറ്റം വേണ്ട കാര്യമില്ല, ആണുങ്ങളെ സ്വഭാവം വേണം നന്നാവുക അല്ലേ. പഠിച്ചോനെ ഇതിന്റെ സൗണ്ട് വന്നാ ഇന്നോടത്ത് പറയോ സൗണ്ട് ഞാൻ വഹിക്കണെന്ന് പറഞ്ഞത് സത്യം. ഇപ്പൊ ഇങ്ങനെ എണീറ്റ് വന്നിക്കണം അല്ലേ. ഞാൻ സാധാരണ എല്ലാ ചെക്കന്മാരെന്ന് പറഞ്ഞോ പെണ്ണ് കെട്ടരുത് എന്ന് പറഞ്ഞത്. ഞാൻ സാധാരണ എല്ലാവരും കല്യാണം കഴിക്കണം എന്നാ പറഞ്ഞത്.
അതെന്താ? നിങ്ങളൊക്കെ ഒരു പാഠം പഠിപ്പിച്ചാന്. നമുക്ക് ആണുക്ക് രണ്ടാമത് പെണ്ണ് കെട്ടാൻ പൂതിയാണ്. ഒന്നാമതിന്റെ കൂടെ മടുത്തിട്ട് ആ ഒരു സംഭവമാണ്. കാരണം രണ്ടാമത്തിന്റെ സ്വഭാവം നന്നാവുന്ന പ്രതീക്ഷയോടാണ്. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും അറിയില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടൂലെന്ന് എനിക്കറിയാം. അല്ല ഞങ്ങൾ എന്താ പറഞ്ഞേ? ഓ എന്റെ പുരാപ്ല